ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ് ഈസി ഇംഗ്ലീഷിൻ്റെ 8ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസസ് അതെങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം എന്നുള്ള രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതേപോലെ ആഗ്രഹമുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വില്ല് അഥവാ നമ്മളൊരു കാര്യം ചെയ്യും എന്ന് പറയുന്നതിനെ ഡിഫറെൻറ്റ് രീതിയിൽ എങ്ങനെ മലയാളം സെൻറ്റൻസ് നമുക്ക് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ വില്ലിൻ്റെ യൂസേജ് ഏതൊക്കെയാണ്, വില്ലിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ വില്ല് ഉപയോഗിക്കാണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കൂടുതലായിട്ട് നമുക്ക് പറ്റില്ല. അപ്പം ഫുള്ളായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സോ വില്ല് വെച്ചിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് നമുക്ക് നോക്കാം. അതിനു മുമ്പ് വില്ലിൻ്റെ മെയിൻ യൂസേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വില്ലിൻ്റെ മെയിൻ യൂസേജസ് എന്ന് പറയുന്നത് ഒന്ന് ഡിസിഷൻ. നമ്മൾ ഉറപ്പിച്ച ഒരു തീരുമാനത്തിന് നമ്മൾ വില്ല് ചേർത്തിട്ടാണ് സെൻറ്റൻസുകൾ പറയാം. അതുപോലെ തന്നെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഊഹം. അതായത് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെ പറ്റി പറയാനും നമ്മൾ വില്ല് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രോമിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോമിസായിട്ട് പറയുമല്ലോ, ആ സമയത്ത് നമ്മൾ വില്ല് സെൻറ്റൻസുകളിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇത് ഏത് രീതിയിലാണ് ഉപയോഗിക്കുക എന്നുള്ള സെൻറ്റൻസ് വൈസ് നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് മലയാളം സെൻറ്റൻസ് എങ്ങനെ വില്ല് ചേർത്ത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതും അത് വരുമ്പം ഏത് രീതിയിലുള്ള മീനിങ്ങുകളാണ് വരിക എന്നുള്ളതും നമുക്ക് നോക്കാം. സോ ഞാൻ പോകും എന്നുള്ളത് ഒരു ഡിസിഷനാണ്. അപ്പോൾ എങ്ങനെയാണ് വരിക? ഐ വിൽ ഗോ. ഇന്ന് മഴ പെയ്യും എന്നുള്ളത് എന്താണ്? നമുക്കൊരു ഊഹമാണ്, പ്രഡിക്ഷനാണ് എന്നുള്ളത് പറയാം. അപ്പോൾ എങ്ങനെ പറയും? ഇറ്റ് വിൽ റെയിൻ ടുഡേ. അവർ നിനക്കെതിരായി കേസ് ചാർജ് ചെയ്യും. ദേ വിൽ ചാർജ് ദ കേസ് എഗെയിൻസ്റ്റ് യു. ഞാൻ താങ്കളെ വീട്ടിൽ കാത്തിരിക്കും. ഇതൊരു ദാറ്റ് മേ ബി എ പ്രോമിസ്. ഐ വിൽ വെയിറ്റ് ഫോർ യു അറ്റ് ഹോം. അവൾ ഇന്ന് തിരിച്ചു വരും. ദേ വിൽ കം ബാക്ക് ടുഡേ. അയാൾ നാളെ തിരിച്ചു പോകും. ഹി വിൽ ഗോ ബാക്ക് ടുമോറോ. അവർ നിന്നെ വിളിക്കും. ദേ വിൽ കോൾ യു. സോ ഇനി നമ്മൾ പോകാൻ പോകുന്നത് വില്ലിൻ്റെ നെഗറ്റീവ് ഫോം അഥവാ ചെയ്യില്ല എന്നുള്ള മീനിങ് വരുന്നു. വില്ലിൻ്റെ നെഗറ്റീവ് വരുമ്പോൾ വിൽ നോട്ട് എന്നുള്ളതാണ്. വിൽ നോട്ടിനെ നമ്മൾ ഇംഗ്ലീഷിൽ വിൽ നോട്ട് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുക വോണ്ട് എന്നാണ്. വോണ്ട് അഥവാ ചെയ്യില്ല എന്നാണ് വോണ്ടിൻ്റെ മീനിങ്. അപ്പോൾ ഈ വോണ്ട് എങ്ങനെ സെൻറ്റൻസുകളിൽ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. നാളെ വരില്ല. ഐ വോണ്ട് കം ടുമോറോ. അവൻ നിന്നെ സഹായിക്കില്ല. ഹി വോണ്ട് ഹെൽപ്പ് യു. അവരത് ചെയ്യില്ല. ദേ വോണ്ട് ഡു ദാറ്റ്. ഞാൻ എൻ്റെ കുട തരില്ല. ഐ വോണ്ട് ഗീവ് മൈ അംബ്രല്ല. അതുപോലെ നെക്സ്റ്റ് വോണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ ചെയ്യില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസ് ആണ് വോണ്ട്. ഇനി വരുന്ന ഒരു അടുത്ത യൂസേജ് ആണ് വിൽ ഹാവ്. വിൽ ഹാവിൻ്റെ മീനിങ് വരുന്നത് ഉണ്ടാകും എന്നാണ്. ഉണ്ടാകും എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് വൈസ് എക്സാമ്പിൾ നോക്കുമ്പോൾ അത് കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. സെൻറ്റൻസ് വൈസ് എക്സാമ്പിളിലേക്ക് നോക്കാം. നിങ്ങൾക്ക് നാളെ ക്ലാസ് ഉണ്ടാകും. യു വിൽ ഹാവ് ക്ലാസ് ടുമോറോ. അടുത്ത മാസം ഞങ്ങൾക്കൊരു സീറ്റ് ഒഴിവുണ്ടാകും. വേക്കൻസി, എവിടെയെങ്കിലും ഒഴിവുണ്ടാവും എന്ന് പറയുന്നത് എങ്ങനെയാണ്? വി വിൽ ഹാവ് എ സീറ്റ് വേക്കൻറ്റ് നെക്സ്റ്റ് മന്ത്. ഞങ്ങൾക്കൊരു നല്ല കാലം ഉണ്ടാകും. എല്ലാവരുടെയും പ്രതീക്ഷയാണ് അല്ലേ? ഞങ്ങൾക്കൊരു നല്ല കാലം ഉണ്ടാകും. വി വിൽ ഹാവ് എ ഗുഡ് ടൈം. അവൾക്ക് ഒഴിവു സമയം ഉണ്ടാകും. ഷി വിൽ ഹാവ് ഫ്രീ ടൈം. ഇനി നെക്സ്റ്റ് യൂസേജ് വിൽ ഹാവ് ടു. അത് ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ ഒബ്വിയസ്ലി അത് ചെയ്യേണ്ടി വരും എന്ന് മീനിങ് വരുന്ന സെൻറ്റൻസുകളാണ്. നോക്കാം. അവസാനത്തെ ബസ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ടാക്സി വിളിക്കേണ്ടി വരും. ഇഫ് വി മിസ് ദ ലാസ്റ്റ് ബസ് വി വിൽ ഹാവ് ടു ടേക്ക് എ ടാക്സി. നീ നന്നായി പഠിക്കുന്നില്ലെങ്കിൽ ഇമ്പോസിഷൻ എഴുതേണ്ടി വരും.
If you don't study well, you will have to write imposition. നീ സമയത്ത് ക്ലാസ്സിൽ വരുന്നില്ലെങ്കിൽ ക്ലാസ്സിന് പുറത്ത് നിൽക്കേണ്ടി വരും. ടീച്ചർമാർ പൊതുവേ പറയുന്ന ഡയലോഗാണ്. അതിങ്ങനെ പറയും, ഇഫ് യു ഡോണ്ട് കം ഇൻ ടൈം യു വിൽ ഹാവ് ടു സ്റ്റാൻഡ് ഔട്ട്സൈഡ് ദ ക്ലാസ്. അയാൾക്ക് എന്നെ ക്ഷണിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ പോകേണ്ടി വരും. അയാൾ എന്നെ ഒരു കാര്യത്തിന് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോകേണ്ടി വരും. ഇഫ് ഹി ഇൻവൈറ്റ്സ് മീ ഐ വിൽ ഹാവ് ടു ഗോ. ഇനി ചോദ്യം ഏത് രീതിയിലാണ് വില്ല് വെച്ചിട്ട് ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വില്യു എന്ന് വരുമ്പോൾ ചെയ്യുമോ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. നമുക്കത് സെൻറ്റൻസ് വൈസ് എക്സാമ്പിളിലേക്ക് നോക്കാം. നിങ്ങൾ നാളെ വരുമോ? വിൽ യു കം ടുമോറോ? നിങ്ങൾ എന്നെ സഹായിക്കുമോ? വിൽ യു ഹെൽപ്പ് മീ? നിങ്ങൾ അവിടെ എത്തിയാൽ ഉടനെ ഫോൺ ചെയ്യുമോ? വിൽ യു കോൾ മീ സൂൺ ആഫ്റ്റർ റീച്ചിങ് ദർ? നിനക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുമോ? വിൽ യു ഗെറ്റ് ഫസ്റ്റ് ക്ലാസ്? സോ ഇനി നെഗറ്റീവ് ചെയ്യില്ലേ എന്നുള്ള മീനിങ് വോണ്ട് യു എന്നുള്ള യൂസേജ് ആണ്. അത് ഏത് രീതിയിൽ സെൻറ്റൻസ് വൈസ് വരുമെന്ന് നോക്കാം. നിങ്ങൾ നാളെ വരില്ലേ? വോണ്ട് യു കം ടുമോറോ? നിങ്ങൾ എന്നെ സഹായിക്കില്ലേ? വോണ്ട് യു ഹെൽപ്പ് മീ? ഇനി വെൻ വിൽ യു എന്ന് പറഞ്ഞാൽ എപ്പോൾ ചെയ്യും എന്നുള്ളൊരു മീനിങ് ആണ്. ആ രീതിയിലുള്ള സെൻറ്റൻസുകൾ നോക്കാം. നിങ്ങൾ എപ്പോൾ വരും? വെൻ വിൽ യു കം? നിങ്ങൾ എത്ര മണിക്ക് വരും? വാട്ട് ടൈം വിൽ യു കം? നിങ്ങൾ എങ്ങനെ തിരിച്ചു പോകും? ഹൗ വിൽ യു ഗോ ബാക്ക്? ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്